ഹായ് ഓൾ, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ പ്രീവിയസ് വീഡിയോയുടെ കണ്ടിന്യൂ ആണ് കാണിക്കുന്നത്. സെക്കൻഡ് പാർട്ടാണ്. ഇവിടെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നെക്കിൻ്റെ വിഡ്ത്ത് മെഷർ ചെയ്തെടുക്കാം. കോളർ വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് വിഡ്ത്ത് എടുക്കുന്നത്. അതിനുവേണ്ടി ആദ്യം 2 ഇഞ്ച് ഇതുപോലെ വിഡ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷമുള്ള വിഡ്ത്താണ് എടുക്കുന്നത്. ഇവിടെ വിഡ്ത്ത് കിട്ടുന്നത് 10 ഇഞ്ചാണ്. ഈ ഒരു 10 ഇഞ്ച് ഇതുപോലൊരു പീസ് എടുത്ത് 4 ആയി ഫോൾഡ് ചെയ്തതിന് ശേഷം 10 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് സീം അലവൻസോട് കൂടിയിട്ട് 11 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 4 ഇഞ്ചാണ് ലെങ്ത്ത് കൊടുക്കുന്നത്. ഇതൊരു സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കാം. അതിനുശേഷം 1 ഇഞ്ച് ലെങ്ത്ത് മീത്തെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം. 11 ഇഞ്ചിൻ്റെ നേരെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഇതുപോലെ മെഷർ ചെയ്തെടുക്കുമ്പോൾ 11 ഇഞ്ച് തന്നെ കിട്ടണം. കട്ട് ചെയ്തെടുക്കാം. നെക്കിൻ്റെ ബാഡ് പാർട്ടിലാണ് കോളർ സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ടാകുന്നത്. അപ്പോൾ അവിടെ സെൻറ്ററിൽ നിന്നും സ്റ്റാർട്ടായി 2 സൈഡിലേക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു 2 ഇഞ്ച് ഇവിടെ വിട്ടതിന് ശേഷം 2 ഇഞ്ചിലേക്കാണ് സ്റ്റിച്ച് ചെയ്ത് എത്തേണ്ടത്. ഉൾവശത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നല്ല വശത്തേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കോട്ട് കോളറിൻ്റെ ഒരു കോളർ ജോയിൻ മുമ്പത്തൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായാണ് കോളർ ജോയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഉൾവശവും നല്ല വശവും സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരം ഒരു വശത്ത് മാത്രമായിട്ടാണ് അതിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ കോളർ ജോയിൻ ചെയ്തതിന് മുമ്പ് ചെയ്യേണ്ട ഒരു പ്രോസസ്സായിരുന്നു ഇത്. ഇപ്പോൾ ഞാനിത് ശേഷം ചെയ്യുന്നവർക്കും ചെയ്യാം, പക്ഷേ എളുപ്പം മുമ്പ് ചെയ്യലാണ്. അതായത് മുമ്പത്തെ വീഡിയോ പാർട്ട് 1 ഞാൻ ഈ ഒരു പീസ് കട്ട് ചെയ്തിരുന്നു. ഇതിൻ്റെ മെഷർമെൻ്റൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കട്ട് ചെയ്ത ആ ഒരു പീസിൽ നെക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അത് ഈ കോളർ വെക്കുന്നതിന് മുമ്പ് നെക്ക് കട്ട് ചെയ്യലായിരുന്നു നല്ലത്. ഞാൻ ഒരു പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതായത് യോക്കിൻ്റെ നല്ല വശത്ത് ഈ ഒരു പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കാം. ബാഡ് പാർട്ട് മുകളിലായാണ് വരുന്നത്, പീസിൻ്റെ മുകളിലായാണ്. ഇത് ചോക്കിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കോളറിൻ്റെ ഉള്ളിൽ വെച്ച് അതിൻ്റെ മുകളിലായാണ് ഈ സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ബാഡ് പാർട്ടാണ് മുകളിൽ കാണുന്നത്. നല്ല വശവും തമ്മിൽ വെച്ചാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. ഇനി ഉൾഭാഗത്തേക്ക് ടേൺ ചെയ്യാം. ഉൾഭാഗത്തേക്ക് വരുമ്പോൾ ഉൾഭാഗം നല്ല വശത്തായാണ് കാണുന്നത്. ഈ ഒരു പീസിൻ്റെ നല്ല വശമാണ് ഉൾഭാഗത്തേക്ക് പോകുന്നത്. ഇനി ഇന്നർ പാർട്ടിലെ ഉൾഭാഗത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അടുത്തതായി സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്.
ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ 1 ഇഞ്ച് സ്പേസ് കൊടുത്തായിരുന്നു കട്ട് ചെയ്ത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ആ ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ജോയിൻ ചെയ്ത് കൊടുക്കുക. ആവശ്യമുള്ള ലെങ്ത്ത് എടുത്ത്, പിന്നെ നെക്കിന് എത്രയാണോ ലെങ്ത്ത് ആവശ്യം അതുപോലെ ലെങ്ത്ത് എടുത്ത് അത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ബോട്ടം പാർട്ട് ഇതുപോലെ 4 ആയി ഫോൾഡ് ചെയ്ത് ആ ഒരു യോക്ക് പോർഷന് ഫോൾഡ് ചെയ്ത് അതിൻ്റെ വിഡ്ത്തിൽ ബോട്ടം പാർട്ടിൻ്റെ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ജസ്റ്റ് ഒരു കുർത്തി മോഡലാണ് ചെയ്തത്. ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കോട്ട് കോളർ വെച്ചുള്ള വേറെയും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ ചെക്ക് ചെയ്താൽ ആ വീഡിയോയും കാണാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്